ജോസഫ് ഒരു വൈദികനായി തീരാൻ ചെറുപ്പത്തിലേ ആഗ്രഹിച്ചു, പരിശ്രമിച്ചു, പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് ആഗ്രഹിച്ചില്ല. എന്നാൽ പിന്നീട് കർത്താവ് ആഗ്രഹിച്ചു. അങ്ങനെ എക്സ്റേ ടെക്നീഷ്യനായിരുന്ന ജോസഫ് 44-ാം വയസ്സിൽ ഫാദർ ജോസഫായി. തൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ ദൈവവിളിയുടെ കഥയാണ് ഉജ്ജയിൻ രൂപതാംഗവും തേർത്തല്ലി മേരിഗിരി ഇടവകാംഗവുമായ ഫാദർ ജോസഫ് അഴകത്തിൻ്റേത്. ഇന്ന് അനേകർക്ക് സൗഖ്യവും ശാന്തിയും പകരുന്ന ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ് ജോസഫ് അച്ഛൻ. സാധാരണയായി 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് സെമിനാരിയിലേക്ക് പോകുന്നത്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനാരിയിലേക്ക് പോയി. അങ്ങനെ സെമിനാരിയിൽ പോകുന്ന ആ സമയത്ത് ഞാൻ പാല്, മോര്, തൈര്, പച്ചമീൻ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു. ഞാൻ കട്ടൻ കാപ്പിയാണ് കുടിച്ച് ജീവിച്ചത്. ഇപ്പോഴങ്ങനെ സെമിനാരിയിൽ പോയ സമയത്ത് സെമിനാരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കിച്ചണിലെ ചേട്ടനോട് ഞാൻ പോയി പറഞ്ഞ് എനിക്ക് കട്ടൻ കാപ്പി തരണമെന്ന് പറയുകയും ചേട്ടൻ അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്ത് കൊണ്ട് വെക്കുമായിരുന്നു. അങ്ങനെ 1 മാസം കടന്നുപോയി. ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചെല്ലുമ്പോൾ ഈ കട്ടൻ കാപ്പി അവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഓർത്തു, അച്ഛൻ ഇത് കണ്ടുപിടിച്ചു. പിന്നീട് 1 മാസമേ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചുള്ളൂ. 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ടു. അങ്ങനെ 8, 9, 10 ഞാൻ എൻ്റെ ഇടവക ഈ സ്കൂളിൽ വന്നിട്ട് ഇവിടെ മേരിഗിരി, തലശ്ശേരി രൂപതയിലെ മേരിഗിരി ഇടവകയാണ് എൻ്റേത്. ഇവിടുത്തെ സ്കൂളിൽ ഞാൻ 8, 9, 10 ഇവിടെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സെമിനാരിയിൽ പോകണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ശ്രമിക്കുമ്പോൾ ഓരോ അച്ഛന്മാരെയൊക്കെ കണ്ട് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഇതാണ്, ഇനി ഞാൻ പോയാൽ അവരെന്നെ പാല് കുടിപ്പിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ പാല് കുടിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്ന ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മണമടിച്ച അല്ലെങ്കിൽ പാലെടുത്ത ഒരു ഗ്ലാസ് മണത്താൽ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ചാൻസ് ഒന്നും ലഭിച്ചില്ല. പിന്നീട് ഞാൻ PDC പഠിച്ചു. PDCക്ക് ശേഷവും ഞാൻ സെമിനാരിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി. എനിക്ക് ചാൻസ് ഒന്നും ലഭിച്ചില്ല. പിന്നീട് ഞാൻ ഡിഗ്രിക്ക് പോയി. ഡിഗ്രിയുടെ ആ സമയങ്ങളിൽ ഞാനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് കടന്നു വരികയും ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുന്ന ആ ലീഡർ ചേട്ടനിലൂടെ ഒരുപാട് അനുഭവങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ നാളുകളിൽ ഒത്തിരി രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ സമയം ചെലവഴിച്ചു. അപ്പോൾ ആ സമയങ്ങളിൽ ഈശോ എന്നോട് സംസാരിക്കുന്നതും ദർശനങ്ങളും ഇതെല്ലാം എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോഴും സെമിനാരി പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചു, ചാൻസ് ഇല്ല. അപ്പോഴങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാനൊരു ആശുപത്രിയിലെ എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് ഞാൻ പഠിക്കുകയും പിന്നീട് എന്നാൽ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ച് അതിനു വേണ്ടി ശ്രമിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവർക്കൊക്കെ പെട്ടെന്ന് ജോലി ലഭിക്കുന്നു, എനിക്ക് ലഭിക്കുന്നില്ല. അപ്പോഴെനിക്ക് ഒത്തിരി ദുഃഖമുണ്ടായി. ഞാൻ എന്നും പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയും നല്ലതായിട്ടൊക്കെ ജീവിക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുകയും ചെയ്യുന്ന എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോഴങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്നു. പിന്നീട് ഞാൻ എക്സ്റേയുടെ പ്രാക്ടീസ് ഞാൻ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ സെമിനാരിക്കുള്ള വിളി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ജോലിക്ക് പോയേക്കാം എന്നോർത്ത് അതിനുവേണ്ടി കുറേ പരിശ്രമിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരൊക്കെ വിദേശത്തേക്ക് പോവുകയാണ് എക്സ്റേ പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനും അതിനുവേണ്ടി ശ്രമിച്ചു. പാസ്പോർട്ട് എടുത്തു. ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്, വിസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോഴങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഈ പള്ളിയിലൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഡിവൈനിൽ പോയിട്ട് അത്ഭുതങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് പോകാം. ഞാനിങ്ങനെയാണ് വിചാരിച്ചത്, എനിക്ക് നന്നാകാനൊന്നുമില്ല, കാരണം ഞാൻ വിശുദ്ധനാണ്, നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ അവിടെ പോയി അത്ഭുതം കാണാമെന്ന് വിചാരിച്ച്
ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി. അവിടെ ചെന്നപ്പോഴും ഇതുപോലെയായിരുന്നു. റെഫക്ടറിയിലേക്കൊക്കെ ചെന്നപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ ഈ പാലിൻ്റെയൊക്കെ മണമടിച്ച് അത് ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ. ഞാൻ സാധാ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ധ്യാന ഹാളിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ടോക്കിലൂടെ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു, ഇവിടെ വന്നിരിക്കുന്ന 15,000 പേരിലെ ഏറ്റവും വലിയ പാപിയാണ് കർത്താവേ എന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് ഞാൻ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച രാത്രിയിൽ ധ്യാനം കഴിഞ്ഞ് ഡോർമെട്രിയിൽ ചെന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവസ്വരം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുന്നു, നാളെ നീ പാല് കുടിക്കണം. ഞാൻ പേടിച്ച് വിറച്ചുപോയി. രാവിലെ എഴുന്നേറ്റ് ധ്യാന ഹാളിൽ പോയി വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊരു 9:30 ആയപ്പോൾ ധ്യാനിപ്പിക്കുന്ന പനയ്ക്കൽ അച്ഛൻ വിളിച്ചു പറയുകയാണ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പോഴെനിക്ക് സന്തോഷമായി, അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ അച്ഛൻ വീണ്ടും പറയുകയാണ്, ഫുഡില്ല, പക്ഷേ ഒരു ഗ്ലാസ് സിംഗിൾ ടീ അതെല്ലാവരും പോയി കഴിക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പേടിച്ച് വിറച്ച് എൻ്റെ ഷർട്ടൊക്കെ പിഴിഞ്ഞെടുക്കുക, അതുപോലെ വേർത്ത് കുളിച്ച് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അകത്ത് പാലും ചായ അവിടെ പ്രേക്ഷിതരങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് ഗ്ലാസ് ചായ ഞാൻ എൻ്റെ ഇടത്തെ കൈയിൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് വലത്തെ കൈ കൊണ്ട് ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ കുറേ നേരം നിന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഈശോയെ, ഇന്നലെ രാത്രിയിൽ നീ എന്നോട് സംസാരിച്ചതാണല്ലോ, എന്നാൽ നോക്കാമെന്ന് വിചാരിച്ച് ഈ പാലും ചായയുള്ള ഗ്ലാസ് എൻ്റെ ചുണ്ടോട് ഞാൻ അടുപ്പിച്ചു. അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒരു ഗ്ലാസും കൂടെ മേടിച്ച് കുടിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് തോന്നിയത്. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞുകൊണ്ട് ഞാനൊരു ചാപ്പലിൽ കയറി. ഞാൻ മുട്ടയിൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ഈശോയെ, ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഇനി ഞാൻ പെണ്ണ് കെട്ടുന്നില്ല, ഇനി അച്ഛനാകാനായിട്ട് ഇതുവരെ പരിശ്രമിച്ചിട്ട് അത് നടക്കുന്നുമില്ല. അതുകൊണ്ട് ഒരു അൽമായനായിട്ട്, ഏകസ്ഥനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ട് ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്നുമൊക്കെ ചാച്ചനോടും അമ്മയോടും എല്ലാവരോടും ഞാനിത് പറഞ്ഞിട്ട് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. എൻ്റെ ഇടവക വികാരി അച്ഛൻ്റെ അടുത്ത് വന്ന്, ഈ മേരിഗിരി പള്ളിയിലെ വികാരി അച്ഛനായിരുന്ന കുരിക്കാട്ടിൽ അച്ഛനോട് ഞാൻ വന്ന് കാര്യങ്ങളൊക്കെ പറയുകയും അച്ഛൻ്റെ സമ്മതത്തോടു കൂടെ ആ ദിവസങ്ങളിൽ ജീസസ് യൂത്തിൻ്റെ ഒരു ട്രെയിനിങ് കൂടുന്നതിന് വേണ്ടി പോവുകയും ആ ട്രെയിനിങ് കൂടി ഞാൻ കണ്ണൂർ ജില്ലയിലെ പള്ളികളും സ്കൂളുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ക്രിസ്ത്യൻ ധ്യാനം, കുട്ടികളെ ധ്യാനിപ്പിക്കുന്ന ആ മേഖലയിലേക്ക് ഇറങ്ങി. അങ്ങനെ 2 വർഷം പ്രാർത്ഥനയും ധ്യാനവുമൊക്കെ ആയിട്ട് 1994 ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴതാ ഒരു ആശുപത്രിയിൽ നിന്നും 2-3 പേര് എന്നെ കാണുന്നതിന് വേണ്ടി, എന്നെ ജോലിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിലെത്തി. ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ ഈശോ എന്നോട് പറഞ്ഞു ജോലിക്ക് പോകാൻ. അങ്ങനെ പ്രിയമുള്ളവരെ, ഞാൻ ആ ജോലിക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിച്ചു. ജോലിയും ധ്യാനവുമൊക്കെയായി പ്രയർ ഗ്രൂപ്പും ഞാൻ വർക്ക് ചെയ്ത ചെമ്പേരി വിമല ഹോസ്പിറ്റൽ 6 വർഷം ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത് 6 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ മിറ്റിലെ പോയി മുട്ടയിൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ എന്നോട് സംസാരിക്കുകയാണ്. ഈശോ എന്നോട് പറയുന്നു, ജോലി റിസൈൻ ചെയ്ത് സെമിനാരിയിൽ പോവുക എന്ന്. അപ്പോൾ ഞാൻ പേടിച്ചുപോയി. ഞാൻ ആശുപത്രിയിലെ അച്ഛനോട് പോയി പറയുകയും അച്ഛൻ്റെ സമ്മതത്തോടു കൂടെ ഞാൻ തലശ്ശേരിയിൽ പോയി അവിടുത്തെ വലിയമറ്റം ജോർജ് പിതാവിനെ പോയി കാണുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്ന് ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അങ്ങനെ പുറത്ത് ഒരാശ്രമത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കൗൺസിലറിലൂടെ
അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, മധ്യപ്രദേശിലെ ഉജ്ജയിനിലേക്ക് പോവുക എന്നാണ് മെസ്സേജ് തന്നത്. പ്രിയമുള്ളവരെ, ഈ മെസ്സേജ് കിട്ടി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഉജ്ജയിൻ രൂപതയിലെ ഒരു അച്ഛൻ വരികയും കാണുകയും എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 34-ാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ജോയിൻ ചെയ്ത് 44-ാമത്തെ വയസ്സിലാണ് ഞാൻ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടത്. (2020) ഡിസംബർ മാസം 6-ാം തീയതി എന്നെ ഒരാൾ ഫോൺ വിളിച്ചു. അത് സുനിത എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് വിളിക്കുന്നത്. അവൾ ജർമ്മനിയിൽ നിന്നുമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവൾ എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ പറയുകയാണ്, അച്ഛാ, എനിക്ക് വയറുവേദനയൊക്കെയായി ആശുപത്രിയിൽ പോയി പരിശോധന നടത്തിയപ്പോൾ വയറ്റിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 2020 ഡിസംബർ 11 അപ്പോൾ സുനിത എന്നെ വിളിച്ചു. സുനിതയ്ക്ക് ഇങ്ങനെ കൂട്ടുകാരോടും എല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരി മുഖേനയാണ് എൻ്റെ നമ്പർ ലഭിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ എൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ച സമയത്ത് ജീസസ് യൂത്തിലുണ്ടായിരുന്ന ഒരു ഫുൾ ടൈമറായിരുന്നു ഈ സുനിത. ഇപ്പോഴവൾ വിവാഹിതയൊക്കെയായി ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെയായി ജർമ്മനിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ സുനിതയ്ക്ക് വേണ്ടി പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ യേശുവിൻ്റെ വചനം പറഞ്ഞു കൊടുത്തു. ഈ വചനം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ എന്നോട് ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, സുനിതയ്ക്ക് ഓപ്പറേഷൻ വേണ്ട, കർത്താവ് സുനിതയെ സുഖപ്പെടുത്തുന്നു എന്നുള്ള ഒരു മെസ്സേജ് ഈശോ തന്നു. ഞാൻ സുനിതയോട് പറഞ്ഞു, ഈശോ പറയുന്നു സുനിതയ്ക്ക് ഓപ്പറേഷൻ വേണ്ട. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. 6-ാം തീയതി പ്രാർത്ഥിച്ചു. 9-ാം തീയതി രാത്രി 10 മണിയായപ്പോൾ സുനിത എന്നെ വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ, ഇന്ന് ആശുപത്രിയിൽ പോയി വീണ്ടും ഈ സ്കാനിങ് എല്ലാം ചെയ്തപ്പോൾ വയറ്റിലെ ആ ഗ്രോത്ത് അവിടെ ഇല്ല, കർത്താവ് സൗഖ്യം നൽകിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഞാൻ സെമിനാരിയിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ചവർ, ആ കാലഘട്ടത്തിലുള്ള യുവാക്കൾ, ഇങ്ങനെയൊക്കെയുള്ളവർ, ഞാൻ ദൈവത്തിൻ്റെ വചനവുമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുവാനുമൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ എന്നെ കഴുതയെന്നും എന്നെ മോശക്കാരനായും ഒക്കെ കുറ്റപ്പെടുത്തിയവർ അനേകരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞാൻ സെമിനാരി പോകുന്ന അവസരത്തിലും ചില വ്യക്തികൾ എന്നോട് പറഞ്ഞു, ഈ അച്ഛന്മാരും ഇവരൊക്കെ ചെയ്യുന്ന ഇത് കണ്ടിട്ട് വീണ്ടും ജോസഫ് ഇവരുടെ പുറകെ പോവുകയാണോ, നിനക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ആ അച്ഛൻ്റെയും ഈ അച്ഛൻ്റെയും ഒന്നും പുറകെ അല്ല ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് ഈ കുരിശിൽ കിടക്കുന്ന ഈ ഈശോയുടെ പുറകെയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈശോയുടെ പിന്നാലെ പോയത്. ആ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എക്സ്റേ ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ജോലിക്ക് ഉടനെ പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം മാറ്റി ഞാൻ ജോലിക്കായിട്ട് പോകുന്നത്. അപ്പോൾ സങ്കടമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനാകാനായിട്ട് പോവുകയാണ്. പിന്നീട് സെമിനാരിയിലൊക്കെ പോയപ്പോഴും ഒരുപാട് സഹനങ്ങളിലൂടെയാണ്, കുട്ടികളുടെ കൂടെയാണ് പഠിക്കുന്നത്. ഞാൻ 34-ാമത്തെ വയസ്സിൽ ഞാൻ സെമിനാരിയിൽ ചെല്ലുമ്പോൾ 15 വയസ്സുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന ആ കുട്ടികളായിരുന്നു എൻ്റെ ബാച്ചുകാർ. അവരുടെ കൂടെയൊക്കെയുള്ള പഠനങ്ങൾ, അവർ കുട്ടികളിലൂടെ ഓടുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം ജീവിക്കുക, അതേ ടൈം ടേബിൾ ഫോളോ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും ഈശോയ്ക്ക് വേണ്ടി ഒരു വൈദികനാകണം, ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടണമെന്നുള്ള വലിയ ബോധ്യം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് അതൊന്നും ഒരു വലിയ വിഷമമായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല.
പട്ടത്തോടടുത്ത് വന്ന സമയത്ത് എൻ്റെ പള്ളിയിലെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ആമക്കാട്ടച്ഛനായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛന് പട്ടത്തിൻ്റെ അതേ ദിവസം ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വരുന്ന പിതാവിനെയും നവവൈദികനെയും ഒക്കെ ഇങ്ങനെ എല്ലാവരെയും ഇടവക്കാരെയും വന്നവരെല്ലാം ഇങ്ങനെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങിൽ അച്ഛൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു: എന്നെക്കാട്ടിലും പ്രായമുള്ള ആൾക്കാണ് ഞാൻ സ്വാഗതം പറയുന്നതെന്ന്. എന്നെക്കാട്ടിലും 2 വയസ്സ് ഇളയതായിരുന്നു ഈ അച്ഛന്. അപ്പോൾ അച്ഛനാണ് എനിക്ക് എല്ലാ സഹകരണങ്ങൾ ഇടവകയിൽ പട്ടത്തിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞ പ്രൊഫസേഴ്സ് പഠിപ്പിക്കാൻ വരുമ്പോൾ ചിലപ്പോഴൊരു വിഷമമായിട്ടൊക്കെ തോന്നാം ഇങ്ങനെ അവരുടെ മുമ്പിലിരുന്ന് പഠിക്കേണ്ടത്. പക്ഷേ യേശുവിന് വേണ്ടി മുന്നോട്ട് പോകാനുള്ള ആ തീരുമാനത്തിൽ അതൊന്നും ഒരു തടസ്സമേ ആയിട്ടില്ല. സന്തോഷത്തോടെ അതവിടെ ഇരിക്കുവാനും അവരെ ശ്രവിക്കുവാനും പറ്റുന്നത് പോലെ പഠിക്കാൻ, കുട്ടികൾ പഠിക്കുന്നത് പോലെയൊന്നും അത്രയൊന്നും പറ്റത്തില്ല, പക്ഷേ പഠിക്കാനൊക്കെ സാധിച്ചു.